സകലത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും നമുക്ക് നൽകാം. അവിടുന്നാണ് നമുക്ക് ജന്മം നൽകിയ പിതാവ്, അവിടുന്നാണ് നമ്മുടെ സൃഷ്ടാവ്, അവിടുന്നാണ് എല്ലാറ്റിൻ്റെയും നിയന്താവ്. നാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ചരിക്കുന്നതുമെല്ലാം അവിടുന്നിലാണ്. അവിടുത്തെ കാരുണ്യം കൊണ്ടും അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ടുമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവിടുത്തേക്ക് എല്ലാം മഹത്വം ഉണ്ടാകട്ടെ. അവിടുത്തെ പരിശുദ്ധമായ നാമം എക്കാലവും എല്ലാറ്റിലും ഉപരി സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനം. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു. തോബിത്തിൻ്റെ പുസ്തകം വായിച്ച് പരിചയമുള്ളവർക്കറിയാം, ദൈവത്തിൻ്റെ ദൂതൻ, മുഖ്യദൂതന്മാരിൽ ഒരാളായ റഫായേൽ ഒരു സാധാരണക്കാരനെ പോലെ അവർക്ക് കാണപ്പെട്ട് തോബിയാസിൻ്റെ കൂടെ യാത്ര ചെയ്ത് തിരികെ വന്നതിന് ശേഷമുള്ള രംഗമാണ് ഇത്. പല ആധുനിക ബൈബിൾ പണ്ഡിതന്മാരും ഒരു മിത്തായി, കഥയായി എഴുതി തള്ളാറുണ്ട്. ദൈവത്തിൻ്റെ മറ്റനേകം വചനങ്ങളെ തങ്ങളുടെ പാണ്ഡിത്യത്തിൻ്റെ ബലത്തിൽ എഴുതിത്തള്ളുന്ന, നിരർത്ഥകമാക്കി കളയുന്ന വ്യാഖ്യാന ശാസ്ത്രങ്ങളുടെ ഉപജ്ഞാതാക്കൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ റഫായേൽ തോബിത്തിനോടും തോബിയാസിനോടും രഹസ്യമായി പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെയോട് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവമക്കളുടെ, മനുഷ്യൻ്റെ, ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടിയാണ്, ഒരു കടമയാണത്. ഈ എല്ലാ കാര്യങ്ങളിലും ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മയും പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ ഒരിക്കലും താമസിക്കരുത്. ദൈവത്തിന് നന്ദി പറയാൻ ഒരിക്കലും മടിക്കരുത്. ദൈവത്തിനാണ് എല്ലാറ്റിനും നമ്മൾ നന്ദി പറയേണ്ടത്. ദൈവത്തിനാണ് എല്ലാറ്റിനും നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതും കൃതജ്ഞത അർപ്പിക്കേണ്ടതും. അപ്പോൾ ആ ഒരു ദൗത്യത്തെക്കുറിച്ച് ഇവിടെ ദൈവത്തിന് ദൂതൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തം 16:8. കർത്താവിന് നന്ദി പറയുവിൻ. പരിശുദ്ധ ബൈബിൾ ഉടനീളം നാം കാണുന്ന ഒരു ആഹ്വാനമാണിത്. കർത്താവിന് നന്ദി പറയുവിൻ. കാരണം അങ്ങനെ ഒരു ശീലം മനുഷ്യനില്ല. മനുഷ്യൻ്റെ ശീലം അവനവൻ്റെ സ്വയം മഹത്വത്തിന് വേണ്ടി, പരസ്പര മഹത്വത്തിന് വേണ്ടി, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, സ്ഥാപിത താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ നന്ദി പറയുന്ന ഒരു ശീലമുണ്ട്. മനുഷ്യരോട് നന്ദി പറയുന്ന ശീലം. അത് ചിലപ്പോൾ അഭിനയമാകാം, ചിലപ്പോൾ ആത്മാർത്ഥമാകാം, ഒക്കെയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നു, കർത്താവിന് നന്ദി പറയുവിൻ. നമ്മുടെ സൃഷ്ടാവായ, പിതാവായ, സകലത്തിൻ്റെയും സൃഷ്ടാവായ, നമുക്കെല്ലാം നൽകി നമ്മെ കാത്തുപരിപാലിക്കുന്ന, ജീവൻ്റെ ഉറവിടമായ, ജീവിക്കുന്ന ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ഉടനീളം നമ്മൾ കാണുന്നതാണ് ദൈവത്തിന് നന്ദി പറയാനുള്ള ആഹ്വാനം. അപ്പോൾ ഈ വചനങ്ങൾ കേൾക്കുന്ന നമ്മൾ പരിശോധിക്കണ്ടേ, നാം യഥാർത്ഥത്തിൽ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെയാണോ നാം ആയിരിക്കുന്നത്? ഇനി നാം എന്തിനൊക്കെയാണ് നന്ദി പറയുന്നത്?
നാം ഇഷ്ടപ്പെട്ട ഭൗതിക ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിന് മാത്രമാണ് നന്ദി പറയാറ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാത്തിനും നമ്മൾ നന്ദി പറയാറുണ്ടോ? എന്തിനെല്ലാം നന്ദി പറയണം? എന്തുകൊണ്ടാണ് ദൈവം നന്ദി പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ മകനും മകളും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരും ആഴമായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ദൈവത്തിന് ആണ് നാം നന്ദി പറയേണ്ടത്. 1 ദിനവൃത്താന്തം 16:35-37. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അത് അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന ദൈവത്തിനൊരു പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. അതൊരു മാനുഷിക കാഴ്ചപ്പാടിലാണ് ലോകം കാണുന്നത്. പക്ഷേ അതിൻ്റെ ദൈവികമായ കാഴ്ചപ്പാടിൽ കണ്ടാൽ ഇത് ആരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കണം. ഞങ്ങളങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ടതിന് ശേഷമുള്ള പൂർത്തിയാകുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതൻ ശിഷ്യന്മാരെ ഒരേ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളതായി സുവിശേഷണം കാണും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം ദൈവപുത്രൻ നേരെ പഠിപ്പിച്ചതാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ദൈവപിതാവിനൊരു നാമമുണ്ട്. വിശുദ്ധ ലേഖനങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ നാമം ദൈവപുത്രൻ അന്ത്യകാലത്ത് വെളിപ്പെടുത്തും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് ദൈവത്തിൻ്റെ നാമം എന്ന് മനുഷ്യൻ കരുതുന്നതൊന്നും യഥാർത്ഥത്തിൽ ദൈവപിതാവിൻ്റെ നാമമല്ല. എന്നാൽ ദൈവപിതാവിനൊരു നാമം ഉണ്ട് താനും. അപ്പോൾ ആ നാമത്തിനാണ് എല്ലാം നന്ദിയും പ്രകാശിപ്പിക്കപ്പെടേണ്ടത്. അങ്ങേ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. അപ്പോൾ നോക്കിയാൽ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ ഇതിന് നേരെ വിപരീതമാണ്. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഒരു കുറച്ചിലാണ്, ഒരു പോരായ്മയായി കാണുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു തിന്മയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ചെയ്യാത്തത് മൂലം മനുഷ്യകുലത്തിൻ്റെ മേൽ വന്നിട്ടുള്ള ശിക്ഷയെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വിശദമായി റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് അഭിമാനമായിരിക്കണം ദൈവമക്കൾക്ക്. ഇന്ന് പലർക്കും അതൊരു ലജ്ജയാണ്, ഒരു ദുരഭിമാനമാണ്. ലോകത്തിൽ മനുഷ്യനെ സ്തുതിക്കാൻ, മനുഷ്യൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്താൻ, സാത്താൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്താനൊക്കെ മനുഷ്യൻ അവരുടെ സ്വരവും നാവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഇന്ന് മനുഷ്യന്, വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും ലജ്ജയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവത്തിൻ്റെ മക്കൾ ഇങ്ങനെ പറയും, അങ്ങേ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. അപ്പോൾ നമ്മൾ പ്രഭാഷണ പുസ്തകം വായിച്ചാൽ കാണാം, നാം എത്ര ദൈവത്തെ സ്തുതിച്ചാലും ഇത് പരിധിയിലെത്തില്ല. കാരണം മനുഷ്യന് സ്തുതിക്കുന്നതിനെല്ലാം അനേക കോടി മടങ്ങ് ഉന്നതനാണ് ദൈവപിതാവ്. മനുഷ്യൻ അവൻ്റെ താഴ്മയിൽ നിന്നുകൊണ്ട് നടത്തുന്ന സ്തുതിപ്പുകൾ മാത്രമേ ഉള്ളൂ. അവൻ എത്ര സ്തുതിച്ചാലും, എത്രായിരക്കണക്കിന് വർഷങ്ങൾ സ്തുതിച്ചാലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരടുത്ത് പോലും എത്തില്ല. അതുകൊണ്ടാണ് എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ല എന്ന് പറഞ്ഞു. ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശീലം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം, അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ദൈവത്തിന് നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 104. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ കവാടങ്ങളുണ്ട്. സങ്കീർത്തനം 24-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഈ കവാടങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ അനേക ഇടത്ത് ഈ ദൈവത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ വെളിപ്പെടുന്നത് അന്ത്യകാലത്താണ്. ഏതാണ് ഈ കവാടം? എവിടമാണ് ഈ കവാടം?
നീതിമാന്മാർ പ്രവേശിക്കുന്ന കവാടം, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്ന കവാടം. അങ്ങനെ കവാടങ്ങളെക്കുറിച്ച് കുറേയേറെ പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു കവാടങ്ങളിലൂടെ ദൈവമക്കൾ കടക്കുന്നത് കൃതജ്ഞതാ ഗീതത്തോടെ ആയിരിക്കണം. നമ്മൾ സന്തോഷമുള്ള പാട്ട് പാടുക പ്രധാനമായും. അപ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് കീർത്തനങ്ങൾ ആലപിച്ച് ഗാനാലാപത്തോടെ നാം പ്രവേശിക്കേണ്ട ഒരു കവാടങ്ങളുണ്ട്. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ ദൈവമക്കൾ പ്രവേശിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ദൈവഭവനവുമുണ്ട്. 3500 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആദ്യത്തെ പ്രവാചകനായ മോശ വഴി ഈ ഒരു പ്രവചനമുണ്ടായി. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേത് എന്നന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് വ്യക്തമാണ്. ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം, തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കപ്പെടണം. ജെറുസലേം ദേവാലയത്തിൽ അത് ഒന്നോ ആയിക്കോട്ടെ രണ്ടാമത്തതായിക്കോട്ടെ ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. കാരണം ഈ നാമം വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണെന്ന് അനേകം ദൈവവചനങ്ങൾ സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാമം വെളിപ്പെടുത്തപ്പെടുമ്പോൾ ഈ നാമം സ്ഥാപിക്കുന്നിടത്താണ് ദൈവം വസിക്കുന്നത്, അഥവാ ദൈവത്തിൻ്റെ ഭവനം. ആ ഭവനാങ്കണത്തിലേക്ക് സ്തുതികൾ ആലപിച്ചുകൊണ്ട് പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. അപ്പോൾ ഇവിടെയെല്ലാം ഈ നന്ദി പറയുന്നതെല്ലാം നാം ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചും കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ചും കാണുന്നു, ദൈവത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച് കാണുന്നു, ദൈവത്തിൻ്റെ ഭവന അങ്കണത്തെക്കുറിച്ച് കാണുന്നു. അപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, ഇതെല്ലാം പൂർത്തിയാക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട് എന്ന് വ്യക്തം. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സമയം, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കളുടെ സമൂഹം. അപ്പം നന്ദി പറയേണ്ടത് എപ്പോഴും ദൈവത്തിനാണ്. സങ്കീർത്തനങ്ങൾ 136:26 സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ അനേകം വചനങ്ങൾ വീണ്ടും 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 നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 39:1-6 വചനങ്ങൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ താല്പര്യമുള്ളവൻ ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ സമ്പത്തിന് വേണ്ടി, ഈ ലോകത്തിലെ ജീവിതമാണ് ഏക ജീവിതം എന്ന് കരുതി ഈ ലോകത്തിലേക്ക് മാത്രം കണ്ണും നട്ടിരിക്കുന്ന എത്ര മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ താല്പര്യം കാണിക്കാറുണ്ട്. അത് കാണിക്കുന്നവരെ പരിഹസിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇന്ന് ആരെങ്കിലും ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ താല്പര്യം കാണിച്ചാൽ അവനെ മന്ദബുദ്ധിയായും ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടുന്നവനായും 10 പൈസയ്ക്ക് വിലയില്ലാത്തവനായും ഒക്കെ ചിത്രീകരിക്കുന്ന ബുദ്ധിജീവികളുടെ ലോകം, അല്ലെങ്കിൽ പ്രായോഗിക ചിന്താഗതിക്കാരുടെ ലോകം, അതാണ് നാം ഇന്ന് കാണുന്ന ലോകം. പക്ഷെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം പറയുന്നു, ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ ഔത്സുക്യം കാണിക്കണം. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും. അപ്പോൾ അങ്ങനെ ഒരു ചൈതന്യമുണ്ട്, ജ്ഞാനത്തിൻ്റെ ചൈതന്യം, ജ്ഞാനത്തിൻ്റെ ഒരു ആത്മാവ്. അപ്പോൾ ഈ ചൈതന്യം നിറയുന്നത് ഇങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ താല്പര്യം കാണിച്ച് അവിടുത്തെ പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുന്നവനിലാണ്. ജ്ഞാനവചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവർ കർത്താവിന് നന്ദി പറയും. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമുള്ളവർക്ക് മാത്രമാണ്. ഒരു യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കിയവർക്ക് മാത്രമേ, ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് യഥാർത്ഥത്തിൽ നന്ദി പറയാൻ കഴിയുള്ളൂ.
അപ്പോൾ ലോകത്തിൽ മനുഷ്യന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയണമെങ്കിൽ നാം ദൈവത്തെ അറിയണം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നു, ലോകം ദൈവത്തെ അറിയുന്നില്ല. ഇനി ലോകത്തിനുള്ള ലൗകിക വിജ്ഞാനം, ലോകത്തിനാകെയുള്ള ലൗകിക വിജ്ഞാനമാണ്. ആ ലൗകിക വിജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ കഴിയുകയുമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദേവൻ ഈ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കുന്നതിനാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം കാണാനും കഴിയില്ല, ഗ്രഹിക്കാനും കഴിയില്ല. അപ്പോൾ എല്ലാ വഴികളും അടഞ്ഞാണിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്, ജനത്തിന്, മനുഷ്യന് ഒരിക്കലും ദൈവത്തിന് നന്ദി പറയാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തെ അറിയണം, അവിടുത്തെ നന്ദി പറയാൻ. ദൈവത്തിൻ്റെ മഹത്വം അറിയണം, അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് അറിയണം, അവിടെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അറിയണം, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയണം, നമുക്ക് വേണ്ടി ദൈവം നടത്തിയ ത്യാഗങ്ങൾ നാം തിരിച്ചറിയണം, അവിടുത്തെ സ്വപുത്രനെ പോൽ നമുക്ക് വേണ്ടി പാപികളായിരിക്കും നമുക്ക് വേണ്ടി ബലി കഴിച്ചത് നാം തിരിച്ചറിയണം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നാം തിരിച്ചറിയണം, ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് നാം തിരിച്ചറിയണം. അവിടുത്തെ അനന്തമായ കരുണയുടെ പ്രവൃത്തികൾ, അവിടുത്തെ പദ്ധതിയുടെ രഹസ്യങ്ങൾ ഒക്കെ അറിയുമ്പോൾ ദൈവപിതാവിന് നന്ദി പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ആത്മാവിൽ നിന്ന് എപ്പോഴും ദൈവത്തിന് നന്ദി ഉയർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അതിന് പരിശുദ്ധ ബൈബിളിൽ ദൈവിക മനുഷ്യരെല്ലാവരും, അത് പ്രവാചകന്മാരായിക്കോട്ടെ, നീതിമാന്മാർ, ന്യായാധിപന്മാർ, പൂർവ്വപിതാക്കന്മാർ, ആരും അപ്പസ്തോലന്മാർ, ആരുമായിക്കോട്ടെ, അവരെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടായിരുന്നവരെല്ലാം ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തി നമ്മൾ കാണാം. കൊളോസ്സോസ് 1:3 ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയും. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാർ ഏറ്റുപറയുക, ഞങ്ങളെപ്പോഴും ദൈവപിതാവിന് നന്ദി പറയുന്നു, എല്ലായ്പ്പോഴും ദൈവപിതാവിന് നന്ദി പറയുന്നു. വീണ്ടും 1 തെസ്സലോനിക്ക 1:2 ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന, അത് വിശ്വസിക്കുന്ന, ദൈവം അയച്ചവരുടെ സ്വരം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവർ എപ്പോഴും നന്ദി പറയും ദൈവത്തിന്. അവൾ എപ്പോഴും നന്ദിയുള്ള ഹൃദയമുള്ളവനാണ് ദൈവിക മനുഷ്യരെല്ലാവരും. 1 തെസ്സലോനിക്ക 2:13 ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ ദൈവത്തിന് നിരന്തരം നന്ദി പറയുന്നു. അപ്പോൾ നാം ലേഖനങ്ങൾ പരിശോധിച്ചാൽ ലേഖനങ്ങൾ ഉടനീളം ഇത് കാണാം. ദൈവത്തിൻ്റെ അപ്പസ്തോലൻ, ദൈവത്താൽ അയക്കപ്പെട്ടവർ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നതാണ്. അപ്പോൾ ഇതേ ലേഖനത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരാകുവിൻ. അപ്പോൾ നാം ദൈവം അയച്ചവരിൽ നിന്നും നാം അനുകരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. 1 തെസ്സലോനിക്ക 5:16-18 വരെയുള്ള വചനങ്ങൾ. ഇതനേക വളരെ സുപരിചിതമായ ദൈവവചനമാണ്. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് വളരെ ചുരുക്കി പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇത് മാനുഷികമായി നോക്കിയാൽ പലർക്കും സാധിക്കില്ല. കാരണം മനുഷ്യന് ജീവിതത്തിൽ അനേകം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഞെരുക്കങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുക എന്ന് മനുഷ്യൻ ചിന്തിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്? അതൊരു വലിയ വിഷയമാണ്. നമുക്കത് പിന്നീട് പരിശോധിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ അതും മനുഷ്യന്, ഇന്നത്തെ ആധുനിക മനുഷ്യന് ഭോഷത്വമാണ്. ആധുനിക മനുഷ്യന് നേരവുമില്ല, താല്പര്യവുമില്ല. ഇനി എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാലോ, എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് പോവും. അവൻ്റെ മാനുഷിക കാഴ്ചപ്പാടും ജഡത്തിൻ്റെ മോഹങ്ങളും അനുസരിച്ച് ഈ ലോകത്തിൽ സാത്താൻ അവനിൽ ഉണർത്തിയ മോഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് പോകും.
ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവഹിതമാണോ എന്ന് പോലും പരിശോധിക്കാറില്ല. ദൈവവചനം പഠിപ്പിക്കുന്നു, ദൈവഹിതത്തിനൊത്തു വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശോധിക്കണം, ഈ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവഹിതമാണോ? അതാര് പരിശോധിക്കണം? ഇന്നത്തെ ആളുകളുടെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം, അതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. വിദേശത്ത് പോകണം, വീസ കിട്ടണം, പരീക്ഷ പാസ്സാകണം, പെണ്ണിനെ കെട്ടിക്കണം, കടം വീടണം, ജോലി കിട്ടണം, വീട് വെക്കണം, പ്രേമിക്കുന്ന പെണ്ണിനെ കെട്ടണം. ഇങ്ങനെ ഈ ലോകത്തിൻ്റെ വിവിധ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങളുടെ ഒരു വലിയ പരമ്പരകൾക്കുണ്ട്. ഇൻ്റർനെറ്റ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, വിശ്വാസികളുടെ സാക്ഷ്യങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതാരും പരിശോധിക്കാറില്ല. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, അത് മാനുഷിക കാഴ്ചപ്പാടിൽ നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നല്ലവനാണ്, ആ ദൈവത്തിൽ നന്മ മാത്രമേ പുറപ്പെടുകയുള്ളൂ. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിതാവ് എനിക്കെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവനാണ്, സ്വപുത്രനെ പോലും എനിക്ക് വേണ്ടി ബലി കഴിച്ച ദൈവം എനിക്ക് മറ്റേത് നന്മയാണ് തരാതിരിക്കുക എന്ന് തിരിച്ചറിഞ്ഞ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യനിധിയായ പിതാവാണ് ദൈവം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നന്മ കണ്ട്, അവിടുന്ന് എനിക്ക് ശിക്ഷണം തരുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ്, എനിക്കെൻ്റെ പിതാവ് ഒരു നിത്യമായ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്, മഹത്വം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ദൈവപിതാവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും അവിടുത്തെ കരുതലും വാത്സല്യവും അവിടുത്തെ പദ്ധതിയുമൊക്കെ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ കാണാം ഒരു വലിയ ആഹ്വാനം, നിങ്ങൾ ദൈവത്തെ അറിയാൻ ഏകാഗ്രതയോടെ ശ്രമിക്കുവിൻ. അത് ഇന്നത്തെ ലോകത്തിൽ ആധുനിക മനുഷ്യൻ ഒരുപക്ഷെ ഭോഷത്വമായും അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നൊരു കാര്യമായിട്ട് തോന്നാം. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നവർക്കാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. അവർക്ക് അവിടത്തേക്ക് നന്ദി പറയാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ഈ ദൈവഹിതം ആരന്വേഷിക്കണം? ഈ ദൈവഹിതം പൂർത്തിയാക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവവിശ്വാസികളാണ്, ദൈവത്തിൻ്റെ വക്താക്കളാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്നവർ പോലും ദൈവഹിതം അന്വേഷിക്കാറില്ല. അവനവൻ്റെ താല്പര്യങ്ങളും ഹിതവും വെച്ച് ദൈവത്തെ സമീപിക്കുന്നു. എത്രമാത്രം സ്വാർത്ഥരാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിയണ്ടേ? അപ്പോൾ എന്താണ് ദൈവഹിതം? അതിലൊരു വലിയ കാര്യമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. വെളിപാട് 11, 15, 18. ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരമുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. പ്രിയപ്പെട്ടവരെ, പല ദൈവവചനങ്ങളും മനുഷ്യൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായി കാണപ്പെട്ടപ്പോൾ യുക്തിക്ക് അമിത പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ ജഡികതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന അനേകം ബൈബിൾ വ്യാഖ്യാതാക്കൾ ഈ യുക്തിക്ക് നിരക്കാത്ത വചനങ്ങളെ, കാണപ്പെടാത്ത വചനങ്ങളെ വ്യാഖ്യാനിച്ച് യുക്തിക്ക് നിരക്കുന്ന പരുവത്തിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അത് സ്വീകരിക്കാൻ ശ്രമിച്ചു. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടാൻ കഴിയുന്നില്ല, ദൈവവചനത്തിന് മുമ്പിൽ എളിമപ്പെടാൻ കഴിയുന്നില്ല. അതിനേക്കാൾ വലിയ ബുദ്ധിമാന്മാരായി അത് മനുഷ്യൻ്റെ സ്വീകാര്യമായ പരുവത്തിലേക്ക് മാറ്റാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ബൈബിൾ വ്യാഖ്യാനം. അപ്പോൾ ഈ വ്യാഖ്യാനത്തെ ന്യായീകരിക്കുന്ന, സാധൂകരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാതാക്കൾ പറയുന്നു, വെളിപാടിൻ്റെ പുസ്തകം 1, 2, 3 ക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിൽ
റോമാക്കാരുടെ മതപീഡന കാലത്തുണ്ടായ കാര്യങ്ങൾ നേരെ പറയാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊക്കാലപ്റ്റി ശൈലി പറഞ്ഞു വെച്ചിരിക്കുന്നതാണത്രേ എന്ന് പറയാൻ മൊത്തം ചരിത്രമാണ്. എന്നാൽ പുസ്തകം തുടങ്ങുന്നത് തന്നെ അന്ത്യകാലത്ത് ആസന്ന ഭാവിയിൽ. അത് ആർക്കാണ് തിരിച്ചറിയണേ? ഏതോ ഒരു ഗണത്തിന് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് എഴുതിയിരിക്കുന്ന പോലെ വിശ്വസിക്കാൻ ബുദ്ധിമാന്മാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് ചരിത്രമാക്കി മാറ്റി. അപ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെളിപാടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം, ദൈവരാജ്യം സമാഗതമാകുന്നതിനെക്കുറിച്ചൊക്കെ അന്ത്യകാലത്തെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ച് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ മരിച്ച സ്വർഗത്തിലായിരിക്കുന്ന സ്വർഗവാസികളും അവിടെ ആത്മാക്കളും ദൈവത്തിന് നന്ദി പറയുകയാണ്. അവരും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. അപ്പം അങ്ങനെ സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തെ കാര്യം എഴുതിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ്, ഇതാ നിന്റെ കർത്താവ് നിന്നെ ഭരിക്കാൻ വരുന്നു എന്ന അറിയിപ്പ് ഒരു സദ്വാർത്ത ദൂതൻ നൽകും എന്നൊക്കെ ബൈബിളിൽ പ്രവചനങ്ങളുണ്ട്. അതാരാണ് ഈ സദ്വാർത്ത ദൂതൻ? എന്താണ് ഈ ഭരിക്കാൻ കർത്താവ് വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതൊക്കെ ചരിത്രമാക്കി മാറ്റിക്കളഞ്ഞതിനാൽ ഇതിനെ ഒന്നും പ്രവചനങ്ങളായി ഇന്ന് വിശ്വാസികൾ കാണാറില്ല. ഇതൊക്കെ പണ്ടെന്തോ കാലത്ത് സംഭവം നടന്നു പോയാൽ എഴുതിത്തള്ളി. ജനതകൾ രോഷാകുലരായി, അങ്ങയുടെ ക്രോധം സമാഗതമായി. എപ്പോഴാണ് ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയിൽ പതിക്കുന്നത്? അന്ത്യകാലത്ത്. അതെത്രയോ ദൈവങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ക്രോധം ആരുടെ മേൽ? സാത്താൻ്റെയും അവൻ്റെ ദൂതരുടെയും അവനുള്ളവരുടെയും മേൽ. ദൈവത്തെ എതിർക്കുന്ന, ദൈവത്തെ എതിരെ പ്രവർത്തിക്കുന്ന സകലത്തിൻ്റെയും മേൽ ദൈവത്തിൻ്റെ ക്രോധം വരുന്ന സമയമാണ് അന്ത്യകാലം, കാലത്തിൻ്റെ അവസാനം. അപ്പോൾ അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന, അപ്പോൾ ഈ നാമം വെളിപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണത്, അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലാണ് ഓരോരുത്തർക്കും അവൻ പ്രതിഫലം നൽകുന്നത് എന്നെല്ലാ ക്രിസ്ത്യാനികളും അറിയുന്ന കാര്യമാണ്, വിശ്വസിക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അപ്പോൾ ഈ സമയം സമാഗതമാവുമ്പോൾ ഇപ്രകാരം ദൈവം തൻ്റെ നീതി സ്ഥാപിക്കുന്നതിന് ദൈവമക്കൾ നന്ദി പറയുന്നു ദൈവത്തിന്. അപ്പോൾ ഇതിനെല്ലാം ദൈവത്തിൻ്റെ ക്രോധം വരുമ്പോൾ, ശത്രുക്കളുടെ മേൽ ദൈവത്തിന് ക്രോധം പ്രയോഗിക്കുമ്പോൾ, അങ്ങനെ ദൈവം സാത്താൻ്റെ മേൽ തൻ്റെ ശിക്ഷ വിധിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മക്കൾ, നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, അവിടുന്ന് നീതി സ്ഥാപിക്കുന്നുവല്ലോ, അവിടുന്ന് നീതി സ്ഥാപിക്കുന്നതിനാൽ അവിടത്തേക്ക് നന്ദി പറയും. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയാം. യോഹന്നാൻ 5:41-44 മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. ഇതൊരു വലിയ ഒരു പ്രസ്താവനയാണ് യേശുക്രിസ്തു നടത്തിയത്. കാരണം ഇന്ന് മനുഷ്യരിൽ നിന്ന് മഹത്വം കിട്ടാൻ എന്തും ചെയ്യുന്ന കാലമാണ്. ഏത് പ്രവൃത്തിയും ചെയ്യും, മഹത്വം കിട്ടിയാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ മഹത്വം കിട്ടണം, മനുഷ്യർ നല്ലത് പറയണം, മനുഷ്യർ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായി കാണപ്പെടണം. എന്നാൽ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ ഒരു മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ മഹത്വം കിട്ടാൻ വേണ്ടി യേശുക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല.
മനുഷ്യരുടെ മഹത്വം പോകുമോ എന്ന് പേടിച്ച് അവൻ പിതാവ് അവനോട് പറയാൻ ഏൽപ്പിച്ച കാര്യമൊന്നും കർത്താവ് പറയാതിരിക്കുകയും ചെയ്തില്ല. ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്തില്ല. കാരണം യേശു ക്രിസ്തുവിന് മനുഷ്യൻ്റെ മഹത്വം വേണ്ട, അതാഗ്രഹിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചു. അവൻ്റെ ശിഷ്യന്മാർ, അവനെ അനുഗമിക്കുന്നവർ ഒരിക്കലും മനുഷ്യൻ്റെ മഹത്വം തേടാൻ പാടില്ല. മനുഷ്യരിൽ ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. അപ്പോൾ ദൈവസ്നേഹമില്ലാത്തവരാണ് മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. ദൈവസ്നേഹമില്ലാത്തവരാണ് മനുഷ്യപ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ എന്താണ് നമ്മൾ ഈ കാണുന്ന വിഷയമായി ഈ വചനത്തിലുള്ള ബന്ധം? ഇന്ന് മനുഷ്യന് നന്ദി പറയാറ്, മനുഷ്യരോട് കൃതജ്ഞതയുള്ളവരാണ്. മനുഷ്യൻ്റെ ഉപ്പും ചോറും തിന്നൊക്കെ പറയാറുണ്ട്. എന്താ കാര്യം? ഈ പരസ്പര മഹത്വം സ്വീകരിക്കുകയും സ്വയം മഹത്വം അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാൻ കഴിയില്ല. ദൈവത്തിന് നന്ദി പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് മനുഷ്യൻ നന്ദി പറയുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ കഴിയണമെങ്കിൽ ദൈവസ്നേഹം നമ്മളുണ്ടാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ കഴിയണം. ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം എന്താണെന്ന് അറിയണം. അത് അന്വേഷിക്കാൻ കഴിയണം. ഏക സത്യ ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കണം. ഇത് യേശുക്രിസ്തു പഠിപ്പിച്ച അതീവ പ്രാധാന്യമുള്ള കാര്യം. പക്ഷേ എത്ര പേരത് ചെയ്യണേ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറയുന്നവർ പോലും എത്ര പേർക്ക് ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയും, ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കണില്ല, ഞാൻ മനുഷ്യൻ്റെ മഹത്വം അന്വേഷിക്കണില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വവും മനുഷ്യൻ്റെ മഹത്വവും ഒരേ സമയം കിട്ടില്ല. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ആരുടെയും മഹത്വം കിട്ടിയില്ല. അവൻ അന്വേഷിച്ച ദൈവത്തിൽ നിന്നുള്ള മഹത്വമാണ്. അവൻ്റെ പിതാവായ ദൈവം അവിടുത്തെ പുത്രന് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമഹത്വം മാത്രമേ യേശു ക്രിസ്തു അന്വേഷിച്ചുള്ളൂ. ഒരു ക്രിസ്തീയ വിശ്വാസിയും ഇതേ മനോഭാവമുള്ളവരും അതേപോലെ പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. ലൂക്ക 17:15-18 പോകും വഴി അവർ സുഖം പ്രാപിച്ചു. ഒരിക്കൽ യേശു ക്രിസ്തു രാവിലെ സുവിശേഷം പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 10 കുഷ്ഠരോഗികൾ അവൻ്റെ മുമ്പിൽ വന്നു. അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം വേണം. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, പോയി പുരോഹിതന് സാക്ഷ്യം കൊടുത്തിട്ട് വാ. അവർ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ച് ദൈവപുത്രൻ്റെ അടുക്കിലേക്ക് വന്നു. തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമറിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ? ബാക്കി 9 പേരെവിടെയെന്ന് ആ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. അവരാരുടെ അടുക്കൽ സാക്ഷ്യം കൊടുക്കാൻ പോയോ അവർ യേശുവിൻ്റെ അടുക്കൽ അവർ തിരിച്ചു വരാൻ സമ്മതിക്കില്ല എന്ന് സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെ തടയാൻ ആരുമില്ലാതിരുന്ന ഒരാൾ മാത്രം തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇപ്പോൾ കർത്താവ് ചോദിക്കുക, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അപ്പോൾ ദൈവത്തിന് നന്ദി പറയണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. അത് തിരിച്ചു വരാൻ അനേകർ തടസ്സമാണ്. കാരണം അങ്ങനെ തിരിച്ചു വന്നാൽ അവർക്ക് കിട്ടേണ്ട മഹത്വം പോകും. അവരിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ ദൈവത്തിലേക്ക് തിരിയും. അപ്പോൾ മനുഷ്യൻ്റെ മഹത്വം മാത്രം കാക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, ദൈവത്തിൽ ഒരു സ്ഥാനവുമില്ലാത്തവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ആഗ്രഹം ജനങ്ങൾ അവരിലേക്ക് നോക്കിയിരിക്കണം, അവരിൽ ആശ്രയിക്കണം, അവരെ വാഴ്ത്തണം, അവർക്ക് കീഴ്പ്പെടണം, അവർക്ക് അടിമപ്പെട്ടിരിക്കണം. ആരും ദൈവത്തിലേക്ക് തിരിയരുത്, ദൈവവചനത്തിലേക്ക് തിരിയരുത്. അപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാലേ, ദൈവവചനത്തിലേക്ക് തിരിഞ്ഞാലേ, ദൈവത്തിലേക്ക് തിരിച്ചു വന്നാലേ അവിടത്തേക്ക് നന്ദി പറയാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിനൊരു വേദനയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ?
അപ്പോൾ നാം തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് ദൈവപുത്രൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദാനിയേൽ 14:33-39. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഹബക്കുക്ക് പ്രവാചകൻ. അപ്പോൾ അദ്ദേഹം കൃഷി ഇടങ്ങളുള്ള ആളാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് കൊയ്ത്തുകാരുണ്ട്, അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ തയ്യാറാക്കി അപ്പവും കറിയുമെല്ലാം. അങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ പാത്രങ്ങളിലാക്കി കൊയ്ത്തുകാർക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹകുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഈ സംഭവമൊന്നും ഈ ബൈബിൾ പണ്ഡിതന്മാർ ഒരു നടന്ന സംഭവമായിട്ട് കാണാറില്ല. ഇതൊക്കെ കഥയാണെന്നാണ് പറയുന്നത്. ബാബിലോണിലെ സിംഹകുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ട് കൊടുക്കുക. ദാനിയേൽ ദൈവത്തിന് വലിയൊരു പ്രവാചകനാണ്. അപ്പോൾ ഹബക്കുക്ക് പറഞ്ഞു, പ്രഭു, ഞാനൊരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവൻ്റെ നാടിന് പുറത്ത് പോയിട്ടേ ഉണ്ടാവില്ല. ആ നാട്ടിൽ മാത്രം ജീവിക്കുന്നൊരു പ്രവാചകൻ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. നിമിഷ നേരത്തെ അവിടെ എത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, നീ ഇവർ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹബക്കുക്ക് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കെത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ഇന്നത്തെ മനുഷ്യർ എന്ത് പറഞ്ഞാന്, ദാനിയേലേ കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കറിയുമൊക്കെയാണ്. ഞാൻ നിനക്കൊണ്ട് തന്നിരിക്കുന്നു. ഞാൻ എത്ര വലിയവൻ, ഞാൻ എന്തൊരു വലിയ മനുഷ്യസ്നേഹി, എന്തൊരു വലിയ ശ്രദ്ധയായിരിക്കും നിൻ്റെ കാര്യത്തിൽ, കണ്ടോ ഞാൻ എന്തു വലിയ ആള് എന്ന് പറഞ്ഞ് തന്നെ പുകഴ്ത്തി തൻ്റെ പ്രവൃത്തി എന്തോ വലിയ കാര്യമാക്കണ്ട്, എല്ലോ മഹത്വം ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞതെന്ന് നോക്കിയേ, ദൈവം നിനക്ക് എത്തിച്ചെന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ഈ നന്മപ്രവൃത്തിയുടെ മുഴുവൻ ക്രെഡിറ്റും പ്രവാചകൻ ദൈവത്തിനാണ് നൽകുന്നത്. കാരണം അവനറിയാം ഇത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ അപ്പവും കറിയും ഉണ്ടാക്കാൻ ഹബക്കുക്കിന് ആരോഗ്യം നൽകിയതും, അതുണ്ടാക്കാനുള്ള വസ്തുക്കൾ നൽകിയതും, അതുണ്ടാക്കാനുള്ള അറിവ് നൽകിയതും, അതുണ്ടാക്കാനുള്ള ജീവൻ നൽകിയതും, അതുണ്ടാക്കാനുള്ള സൗകര്യം നൽകിയതും, ഇതെല്ലാം ചെയ്തതും അവനിലൂടെ ചെയ്തതും അവനെല്ലാം കൊടുത്തതും എല്ലാം ദൈവം തരാത്തതൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഹബക്കുക്ക് പറഞ്ഞു, ദാനിയേലേ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവാചകൻ വീണ്ടും പറയാ, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. ദാനിയേൽ പറഞ്ഞു, എന്നാലും ഹബക്കുക്കേ, നീ എന്നെ ഓർത്തല്ലോ, നീ അപ്പം മീനുണ്ടാക്കി കൊണ്ടുവന്നല്ലോ. കാരണം ദാനിയേൽ പ്രവാചകൻ അവിടെ ദൂതനെ കാണുന്നില്ല. ഹബക്കുക്കിന് സ്വരം മാത്രമേ ദാനിയേൽ കേട്ടുള്ളൂ അവിടെ. അപ്പോൾ എങ്ങനെ അവിടെ വന്നു എന്നോ ഇതിൻ്റെ പുറകിലത്തെ സംഭവം എന്താണെന്നൊന്നും ദാനിയേൽ അറിയില്ല. ദാനിയേൽ ദൈവത്തിന് നന്ദി പറയും. അതൊക്കെ രണ്ട് പ്രവാചകന്മാരും എല്ലാറ്റിൻ്റെയും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നാം പഠിക്കേണ്ട വലിയൊരു പാഠം. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്തു എന്ന് കണ്ടാൽ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ, ധാരാളം വലിയ ഗുണങ്ങൾ നമുക്ക് നന്മ ചെയ്ത വ്യക്തിക്കും ലഭിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തും. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. തോബിത്ത് 12:1-5. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക. ദൂതനാണ്, അവർക്കതറിയില്ലായിരുന്നു. പറഞ്ഞതെല്ലാം കൂടുതൽ കൊടുക്കണം. അപ്പോൾ തോബിയാസ് പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണവും വാങ്ങി, നിന്നെയും സുഖപ്പെടുത്തി. അപ്പം എല്ലാം ചെയ്തത് ദൂതനാണ്.
വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു, പകുതി കൊടുക്കുക. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. തോബിത്ത് 12:15-18. അപ്പോൾ ദൂതൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ റഫായലാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി, ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. കാരണം ദൈവത്തിൻ്റെ മുഖ്യ ദൂതന്മാരിൽ ഒരാളാണ് പ്രതാപിയായ റഫായേൽ. അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവൻ. എന്നെ വാഴ്ത്താനല്ല പറഞ്ഞേ, എന്നോട് ഇനിയും പ്രാർത്ഥനാ സഹായം ചോദിക്കൂ എന്നല്ല പറഞ്ഞേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ റഫായേലേ എന്നല്ല പറയാനല്ല റഫായേൽ പറഞ്ഞത്. ദൈവത്തെ സ്തുതിക്കുവൻ. എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് ഈ നന്മപ്രവൃത്തിയുടെ മുഴുവൻ, നിനക്ക് ഈ ചെയ്ത് കിട്ടിയ മുഴുവൻ്റെയും ഉത്തരവാദി, അതിന് മുഴുവൻ മഹത്വവും അതിന് മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിന് കൊടുക്കുക. കാരണം ദൈവത്തിനുള്ളതാണ്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. അപ്പോൾ എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാറ്റിനും അവിടുത്തേക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്. മത്തായി 6:1-4. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ അതിപ്രധാനമായ ഒരു പ്രഭാഷണമാണ്, ഒരു രംഗമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്നത്തെ മനസ്സിൽ ചെയ്യുക, എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ എങ്ങനെ കൊട്ടി ഘോഷിക്കാം, എങ്ങനെ അതിന് പരസ്യം കൊടുക്കാം, എങ്ങനെ 10 പേർ മുമ്പിൽ അത് എഴുതി വെക്കാം, എങ്ങനെ 10 പേരെ അത് കാണിക്കാം, അങ്ങനെ തന്നെക്കുറിച്ച് എങ്ങനെ 10 പേരുടെ ഉള്ളിൽ നല്ല അഭിപ്രായം കൊണ്ടുവരാം, അതെങ്ങനെ ആ അഭിപ്രായം എങ്ങനെ എൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി മുതലാക്കിയെടുക്കാം. ഇത് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് മനുഷ്യൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം വേണം എന്നാഗ്രഹമില്ലാത്തവർ, ദൈവം ആരാണെന്നറിയാത്തവർ, ദൈവം എന്ത് പ്രതിഫലം തരുമെന്നറിയാത്തവർ, ദൈവത്തിൻ്റെ പ്രതിഫലവും മനുഷ്യൻ കൊടുക്കുന്ന പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാത്തവർ, ഈ ലോക ജീവിതത്തിന് ചിന്ത മാത്രമുള്ളവർ ലോകത്തിലെ പ്രതിഫലം മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അവർക്ക് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം കിട്ടണം. കാര്യം വേറെയൊന്നും അവർക്ക് അറിയില്ല, വേറെയൊന്നും കാണാനുള്ള കണ്ണില്ല, വേറെയൊന്നും ചിന്തിക്കാൻ ചിന്ത അതിനപ്പുറത്തേക്ക് പോകില്ല. ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നവരാണ്. അങ്ങനെയാണ് പരിശുദ്ധ ബൈബിൾ അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ലോകത്തിലെ പ്രതിഫലം കിട്ടിയാൽ മതി. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം എന്തെന്ന് അറിയുന്നവർ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കൂ. ആ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ മനുഷ്യരിൽ നിന്ന് ഒരു പ്രതിഫലവും കിട്ടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. അപ്പം അവരങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ ദാനം ചെയ്യുന്നു, ഞാൻ വലിയ ദാനധർമ്മം കൊടുക്കുന്ന ആളാണ്, ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ വലിയ നീതിനിഷ്ഠനാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു ഇനിയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യരിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയാൽ പിന്നെ ദൈവത്തിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ മനുഷ്യൻ്റെ ക്ഷണികമായ നശ്വരമായ പ്രതിഫലം വേണോ, അതോ ദൈവം തരുന്ന നിത്യമായ പ്രതിഫലം, ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം വേണം? ഇത് തീരുമാനമെടുത്താൽ നാം ദൈവത്തെ സ്തുതിക്കാൻ, അവിടുത്തേക്ക് നന്ദി പറയാനും ശ്രമിക്കും. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയാതിരിക്കട്ടെ. അത്ര പോലും രഹസ്യമായിരിക്കണം. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പം നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവവിശ്വാസിക്ക്, ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞിന്
വേണ്ടത് ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. അതിന് മനുഷ്യൻ്റെ പ്രതിഫലം ഒരിക്കലും ആഗ്രഹിക്കരുത്. ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരു നന്മ പ്രവൃത്തിയും ചെയ്യരുത്. നീ നന്മ പ്രവൃത്തി അത് അർഹിക്കുന്നവർക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അത് നന്മ പ്രവൃത്തി ആയിരിക്കണ്ടേ. അപ്പോൾ അത് അർഹിക്കുന്നവർക്ക് നീ ചെയ്യുമ്പോൾ അത് ഏറ്റവും രഹസ്യമായിരിക്കട്ടെ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. അതായത് മനുഷ്യരിൽ നിന്ന് നീ നന്ദി പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത്. മനുഷ്യൻ്റെ നന്ദി കിട്ടാൻ വേണ്ടി നീ ഒരു നന്മ പ്രവൃത്തിയും ചെയ്യരുത്. കാരണം നിൻ്റെ പ്രതിഫലമായി മാറും. അപ്പോൾ ഈ നന്മ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവനോ തനിക്ക് നന്മ ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ആ വ്യക്തിയെ അല്ല നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തേണ്ടത്. അതെല്ലാം ചെയ്ത ദൈവത്തിന് നന്ദി പറയണം. അതെല്ലാം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വചനം. പ്രിയപ്പെട്ട, നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ചെയ്തൊരു വലിയ അത്ഭുതത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ജന്മന അന്ധനായിരുന്ന ഒരുവനെ കർത്താവ് സുഖപ്പെടുത്തി. അതൊരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അനേകർ അത് കണ്ട് കർത്താവിൽ വിശ്വസിച്ചു. അനേകം പുരോഹിതന്മാർ പോലും വിശ്വസിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യേശുവാണ് ക്രിസ്തു എന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന്, അത് അന്നത്തെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികാരികൾ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. ഇതിനൊക്കെ വലിയ കാലിക പ്രസക്തിയുണ്ട്. കാരണം കർത്താവിൻ്റെ 2-ാം വരവിലും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവം. അപ്പോൾ അതുകൊണ്ട് അനേകർ മഹ്റോൻ പേടിച്ച് ലോകത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ മഹത്വം പോകും, നാണക്കേടാകും എന്ന് വിചാരിച്ച് യേശു ക്രിസ്തുവുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞില്ല. അതിൻ്റെ കാരണമാണ് കർത്താവ് ഇവിടെ പറയണേ, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ഇതാണ് ദുരന്തം. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വം ഉണ്ട്. നമ്മൾ ലേഖനങ്ങൾ വായിച്ചാൽ കാണാം. അത് കാണണമെങ്കിൽ തന്നെ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ ദൈവം തുറന്നു തരണം എന്ന് എഫേസോസുകാർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരാതെ, പ്രകാശിപ്പിക്കാതെ അവിടുന്ന് മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വം എന്തെന്നറിയില്ല. നമ്മൾ കൂറുന്നവസര ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മഹത്വമുണ്ട്. ഈ മഹത്വം മാത്രം അന്വേഷിക്കണം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ആ മഹത്വം അന്വേഷിച്ചാൽ ലോകത്തിൽ നിനക്ക് മഹത്വം കിട്ടില്ല എന്നും കർത്താവ് താക്കീത് നൽകിയിട്ടുണ്ട്, അഥവാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹത്വം വേണോ അതോ മനുഷ്യൻ്റെ പ്രശംസ വേണോ? രണ്ടും ഒരേ സമയം ഉണ്ടാകില്ല. ഈ ലോകത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. അതുകൊണ്ട് അന്ന് അവർ ദൈവപുത്രനെ സ്വീകരിച്ചില്ല. ഇങ്ങനെ തന്നെയായിരിക്കും ദൈവപുത്രൻ്റെ 2-ാം വരവിലും. ഇങ്ങനെ തന്നെയായിരിക്കും അന്ത്യകാലത്ത്. 2 തിമോത്തിയോസ് 3:1-5. അപ്പോൾ അന്ത്യകാലത്തെ മനുഷ്യൻ്റെ സ്വഭാവം ഇവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നമ്മൾ അനേകം ആളുകൾക്ക് ഈ അവസാന കാലമുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും മടിയാണ്. പരിശുദ്ധ ബൈബിളിൽ അനേക ഇടങ്ങളിൽ കാലത്തിനൊരു അവസാനമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ ക്ലേശങ്ങൾ നടന്ന സമയമാണ് ആർക്ക്? മനുഷ്യന്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും അന്ത്യകാലത്ത് ഈ ക്ലേശപൂർണമായ സമയം വരാൻ കാരണം എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഈ പറയണത്. പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും, നന്ദിയില്ലാത്തവർ. ആരോട് നന്ദിയില്ലാത്തവർ? ദൈവത്തോട് നന്ദിയില്ലാത്തവർ. കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. ഈ വചനങ്ങളെല്ലാം ഈ പ്രത്യേകം കൂട്ടിച്ചേർത്ത് വായിക്കുക. അപ്പോൾ ആളുകളുടെ സ്വഭാവം മനസ്സിലാവും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും
നന്മയെ വെറുക്കുന്നവരും. ദൈവത്തിനു മുമ്പിൽ എന്താണോ നന്മ അതിനെ അവർ വെറുക്കും. ദൈവത്തിനു മുമ്പിൽ എന്താണോ തിന്മ അതിനെ അവർ സ്നേഹിക്കും. തീർച്ചയായിട്ടും. അപ്പം നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ അനേകം ആസക്തികളെക്കുറിച്ച്, പ്രത്യേകിച്ച് അന്ത്യകാലത്ത് ഈ ആസക്തികൾ മനുഷ്യൻ്റെ മനസ്സിനെ ദുർബലമാക്കുന്നതിനെക്കുറിച്ച് യേശു ക്രിസ്തു താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവസ്നേഹമില്ലാത്തവർ, അവിടെ ഒരു വലിയ പ്രത്യേകതയാണ്, അവർ ഈ ലോകത്തിൻ്റെ ജഡികമായ സുഖഭോഗങ്ങൾ ആസക്തിയോടെ മുഴുകുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം ജീവിതത്തിലെ സുഖങ്ങൾ ആസ്വദിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, പണം ഉണ്ടാക്കുക, അത് ചെലവഴിക്കുക, ഈ സുഖങ്ങൾ ആസ്വദിക്കുക. അവരിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഇതെല്ലാം അന്ത്യകാലത്തെ മനുഷ്യൻ്റെ പ്രത്യേകതകളാണ്. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോൾ അവരുടെ പ്രത്യേകതയാണ് കൃതജ്ഞരായിരിക്കും, ദൈവത്തോട് നന്ദിയില്ലാത്തവരായിരിക്കും. എന്നാൽ മനുഷ്യനോട് നന്ദി പ്രകടിപ്പിക്കുന്നവരായി കാണപ്പെടുകയും ചെയ്യും. റോമ 1:21-25. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അപ്പോൾ ഞങ്ങൾ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 18 മുതൽ വായിച്ചാൽ കാണാം ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് അവരുടെ പ്രത്യേകത എന്നൊക്കെ കാണാം. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും, അപ്പോൾ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയവരെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ, ഈ സൃഷ്ടിയിൽ ദൈവത്തെ കാണാൻ കഴിയും. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവവും മഹത്വവും പരിശുദ്ധിയും എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ദൈവപുത്രൻ തന്നെയായ, ദൈവം തന്നെയായ ദൈവപുത്രൻ യേശു ക്രിസ്തുവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത്. പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത്. കാരണം പുത്രനാരെന്ന്, പിതാവാരെന്ന് പുത്രനല്ലാതെ മറ്റാരും അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു പിതാവുണ്ട്. ആ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണത അന്ത്യകാലത്താണ്. കാരണം യേശു ക്രിസ്തു 1-ാം വരവിൽ ഉപമകൾ വഴിയാണ് സംസാരിച്ചത്. യോഹന്നാൻ 16-ാം അധ്യായം 25-ാം വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഉപമകൾ വഴിയാണ് ഞാനിതെല്ലാം നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു, അപ്പോൾ പിതാവിനെ പറ്റി ഞാൻ നിങ്ങളെ സ്പഷ്ടമായി അറിയിക്കും. അതവൻ്റെ 2-ാം വരവിലാണ്. പിതാവിനെ പറ്റി സ്പഷ്ടമായി 2-ാം വരവിൽ ആരുടെ അടുത്തേക്കാണോ അവൻ്റെ ആത്മാവ് അയക്കപ്പെടുന്നത് അവരെ അവൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എഴുതപ്പെട്ടിട്ടുണ്ട്. അന്ത്യകാലത്ത് ദൈവമക്കൾ ദൈവപിതാവിനെ പറ്റി സ്പഷ്ടമായി അറിയും. അപ്പോൾ അങ്ങനെ അല്പമാണെങ്കിലും ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ അവർ ചെയ്തില്ല. ഇതൊരു വലിയ തിന്മയാണ്. ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നില്ല. കാരണം അതൊരു വലിയ കുറവായിട്ടാണ് മനുഷ്യൻ കാണുന്നത്. ദൈവത്തെ മഹത്വപ്പെടുന്നത് നാണക്കേടാണ്, കുറവാണ്. അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതൊരു പോരായ്മയായി മനുഷ്യൻ കരുതുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത് എഴുതിയിട്ടുണ്ട്. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു. ഇതവർ തിരിച്ചറിയില്ല. വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്. അവരുടെ യുക്തിവിചാരങ്ങൾ ദൈവം നിഷ്ഫലമാക്കും. ഇത് മറ്റ് പല സ്ഥലങ്ങളും പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അപ്പോൾ എന്താണ് അവകാശം? ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താനും നന്ദി പറയാനും മനസ്സില്ലാത്തവർ അവരെക്കുറിച്ച് എന്ത് പറയും? ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങളെല്ലാം അറിയുന്നു, ഞങ്ങൾ വചനം പഠിച്ചവരാണ്, ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നവരാണ്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു.
ഇതിന് ദൃഷ്ടാന്തമാണ് സോദോം ഗൊമോറയിൽ സംഭവിച്ചത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായി ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ കഴിയാത്തത്, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തത്. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ. അപ്പോൾ അവിടെ ദൈവത്തിനെല്ലാം മഹത്വം നൽകുകയാണ്. അപ്പോൾ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തണം, അവിടത്തേക്ക് കൃതജ്ഞത, നന്ദി അർപ്പിക്കണം. പക്ഷെ മനുഷ്യനത് കഴിയണില്ല, കാരണം ദൈവത്തെ അറിയണില്ല. ദൈവത്താൽ ഈ അശുദ്ധിക്ക് വിട്ടുകൊടുക്കപ്പെട്ടതിനാൽ അത് ചെയ്യാനും തിരിച്ചറിയാനും സാധിക്കുന്നില്ല. 2 ദിനവൃത്താന്തം 32:23-25. വളരെ പേർ ജെറൂസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു. യൂദാ രാജാവായ ഹെസക്കിയായ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. അന്നു മുതൽ ജനതകളുടെ മുമ്പിൽ അവൻ ബഹുമാനിതനായി. ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ ഉത്തരമരളി, ഒരു അടയാളവും കൊടുത്തു. എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല. അവൻ അഹങ്കരിച്ചു. അതിനാൽ അവൻ്റെയും യൂദായുടെയും ജെറൂസലേമിൻ്റെയും മേൽ ദൈവത്തിൻ്റെ ക്രോധം ജ്വലിച്ചു. അപ്പോൾ നമുക്ക് ലഭിച്ച നന്മകൾക്ക് നാം ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കണം. അതിന് കഴിയാത്തതിൻ്റെ കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ അഹങ്കരിച്ചു. പ്രിയപ്പെട്ടവര്, ദൈവം സൃഷ്ടിച്ച മാലാഖമാരിൽ ഒരു വലിയ മഹത്തോട് ദൈവം സൃഷ്ടിച്ചവനായിരുന്നു ലൂസിഫർ. അവൻ്റെയും തിന്മ ഇത് തന്നെയാണ്. ദൈവം അവന് കൊടുത്തതെല്ലാം അത് ദൈവം നൽകിയതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം അവനതിൽ അഹങ്കരിച്ചുകൊണ്ട് അവനെ തന്നെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ലൂസിഫർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും, അവൻ എന്നേക്കുമായി ഇല്ലാതാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഹങ്കാരമാണ് ദൈവത്തിന് നന്ദി പറയാൻ മനുഷ്യനെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ പാപം. പ്രഭാഷകൻ 10:7-18. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? പക്ഷെ അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ജീവിച്ചിരിക്കത്തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. അതാണ് മരണം. മരിക്കാൻ കാരണം അവൻ്റെ ജീർണതയാണ്, അവൻ്റെ ശരീരത്തിലുള്ള. നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പുച്ഛിച്ചുകൊള്ളുന്നു. എന്നാൽ ഇന്നു രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അപ്പോൾ നന്ദി പറയാൻ കഴിയാത്തതിന് കാരണമാണ് അഹങ്കാരം. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് എന്തു ചെയ്യും? അപൂർവമായ പീഠകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. ഇത് ദൈവം ചെയ്യുന്ന കാലമാണ് അവസാന കാലം. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹങ്കാരികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. 1 കോരിന്തോസ് 4:7. നിനക്കെന്തു പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദൈവത്തിന് ആത്മാവ് ചോദിക്കുക. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഇത് മനുഷ്യൻ ചിന്തിക്കാറില്ല. അപ്പോൾ ഇത് ഓരോ മനുഷ്യനും അവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്കെല്ലാം ലഭിച്ചത് ദാനമാണ്. എൻ്റെ ജീവനും ഞാൻ ശ്വസിക്കുന്ന ശ്വാസവും എൻ്റെ ശരീരവും അതിലെ ഓരോ അവയവങ്ങളും എനിക്കുള്ള കഴിവുകളും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ അഹങ്കാരി എന്ത് ചെയ്യുന്നു? അതൊന്നും ദാനമല്ല, അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്, അതെന്തോ ഞാൻ ഉണ്ടാക്കിയതാണ്, അതെല്ലാം എൻ്റേതാണ്, അതുകൊണ്ട് ഞാൻ മഹത്വപ്പെടണം എന്ന് ചിന്തിക്കുന്നതിനെയാണ് അഹങ്കാരി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ദാനമായിരിക്കും. മനുഷ്യ, ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? അപ്പോൾ ആ അഹങ്കാരം തിരിച്ചറിയുമ്പോൾ തന്നെ, ഇതെല്ലാം ദൈവത്തിന് ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയും. നന്ദി പറയാൻ നിൻ്റെ ആത്മാവിൽ നിന്ന് വലിയ അഭിലാഷമുയരുന്നു.
ജ്ഞാനം 11:25-26. അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? ദൈവം ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? അപ്പോൾ ദൈവം അസ്തിത്വം നൽകാതെ ഒന്നുമില്ല. ദൈവത്തെ നിഷേധിക്കുന്നു പറയുന്നവന് പോലും അവൻ്റെ മുഴുവൻ അസ്തിത്വം ദൈവം നൽകിയ ദാനമാണ്. അത് തിരിച്ചറിയാതെയാണ് ദൈവമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്ന നാവ് കൊടുത്തതും ആ പറയുന്ന അവന് ശക്തി കൊടുത്തതും അത് പറയാനുള്ള ബുദ്ധിശക്തി കൊടുത്തതും അവനെ നിലനിർത്തിയിരിക്കുന്നതും ഒക്കെ ദൈവമാണ്. കാരണം ഒരു മനുഷ്യനും അവനെ സ്വന്തം വെച്ചാൽ അവൻ ജീവനെ നിലനിർത്താൻ കഴിയില്ലല്ലോ. ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. അപ്പോൾ നന്ദി വേണ്ടേ? എല്ലാം ദൈവത്തിൻ്റെതാണ്. എല്ലാറ്റിനെയും ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിനെതിരെ ധിക്കരിച്ച, ദൈവത്തിന് മുമ്പിൽ അഹങ്കരിച്ച, ദൈവം നൽകിയതിനെ സ്വന്തം മഹത്വത്തിന് വേണ്ടി തിരിച്ചുവിട്ട ലൂസിഫർ. എന്നാൽ അതിന് വിപരീതമായി നാം പരിശുദ്ധ ബൈബിളിൽ കാണുന്ന വ്യക്തിയാണ് ദാവീദ്. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞ ദാവീദ്. എസെക്കിയേൽ 28:16-19 വചനങ്ങൾ. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു, നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും. ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു, എന്നേക്കുമായി നീ ഇല്ലാതാവും. ഇത് ലൂസിഫറിന് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് അവൻ്റെ തെറ്റ്? അവൻ അഹങ്കരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. ഇത് നമ്മുടെ മുമ്പിൽ അഹങ്കാരിക്കെന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു പാഠമായി നിൽക്കുന്നു. എന്നാൽ ദാവീദിൽ നാം കാണുന്നത് ഇതിന് നേരെ വിപരീത ചിത്രമാണ്. പ്രഭാഷകൻ 47:8. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അത് ദാവീദിൻ്റെ സ്വഭാവം. എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു. അവനെപ്പോഴും ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത്. എല്ലാറ്റിനും ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറഞ്ഞു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അവനെ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കണം നമുക്ക് മാതൃകയായി നമ്മൾ മുമ്പിലുണ്ടായിരിക്കേണ്ട പാഠം. സങ്കീർത്തനം 28:7. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തേക്ക് നന്ദി പറയും. അപ്പോൾ ദാവീദ് എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞു. ജ്ഞാനം 16:23-29. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു. സ്രഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന കാര്യങ്ങളാണ്. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായും പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ്. എല്ലാറ്റിനെയും പോറ്റുന്ന ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഇതാണ് വെളിപ്പെടാൻ പോകുന്നത്. അത് മനുഷ്യൻ തിരിച്ചറിയും. എല്ലാറ്റിനെയും പോറ്റുന്ന ദൈവമാണ്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത, നന്ദി അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതിന് വേണ്ടിയാണ്. അതൊരു വലിയ വിജ്ഞാപനമാണ്. എന്താണ് വിജ്ഞാപനം? മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും
അവിടുത്തോട് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ നാം ദൈവത്തിന് നന്ദി പറയണം, അവിടുത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ അഹങ്കാരം മാറുമ്പോഴാണ് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുക. അഹങ്കാരം മാറുമ്പോഴാണ് ദൈവത്തെ കേൾക്കാൻ കഴിയുക. യെരമ്യാ 13:15-16 നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ. ഇത് വളരെ ഗൗരവമുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് ദൈവം സംസാരിക്കുമ്പോൾ കാതോർത്ത് കേൾക്കണം. പക്ഷെ അങ്ങനെ കേൾക്കണമെങ്കിൽ അഹങ്കാരം ഉണ്ടായിരിക്കരുത്. അപ്പോൾ അഹങ്കാരി ദൈവത്തിൻ്റെ വാക്ക് കേൾക്കില്ല. ദൈവമാണ് സംസാരിക്കുന്നതെന്ന് അവന് വിവേചിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ വഴി ദൈവം പ്രവചിച്ചിട്ടുണ്ട്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവരറിയും. ഇത് ഞാനിവിടെയുണ്ട്. സദ്വാർത്ത പ്രസംഗിക്കുകയും അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളെത്ര മനോഹരമാണ്. അപ്പോൾ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവം തന്നെയാണ് സംസാരിക്കുന്നതെന്ന് നാം അറിയണം എന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ വഴി അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിവേചിച്ചറിയാൻ, തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അഹങ്കാരം ഉണ്ടാകരുത്. അതിന് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, അതെപ്പോഴാ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് അനേകം വചനങ്ങളുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെയുണ്ട്. കർത്താവിൻ്റെ ദിനം, ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം, അന്ധകാരത്തിൻ്റെയും കൂരിട്ടിൻ്റെയും സമയം, ദൈവം ശത്രുക്കളുടെ മേൽ ശിക്ഷ നൽകുന്ന സമയം. അങ്ങനെ സമയമുണ്ട്. ആ സമയം മുൻകൂട്ടി അറിയാൻ കഴിയും. അത് അടയാളങ്ങൾ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനടുക്ക് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങളുണ്ട്, യുഗാന്തത്തിൻ്റെ അടയാളങ്ങളുണ്ട്. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ യുഗാന്തം അടുത്തെത്തി, അഥവാ കർത്താവിൻ്റെ ദിനം വന്നു എന്ന് നേരത്തെ അറിയാൻ കഴിയണം. അത് അറിയാൻ കഴിയുമ്പോൾ മാത്രമാണ് കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അപ്പോൾ ആ സമയം അറിയണം. ആ സമയം നമ്മളെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ പ്രതികാര ദിനത്തിൻ്റെയും കർത്താവിൻ്റെ കൃപാവത്സരത്തിൻ്റെയും പ്രഘോഷണമാണ് അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന സദ്വാർത്ത. അപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് ഈ സമയം തിരിച്ചറിയാത്തവരെ ഈ സമയം അറിയിക്കാൻ ദൈവം അന്ത്യകാലത്ത് അടിയന്തിരമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് സദ്വാർത്തയുടെ പ്രഘോഷണം. യെശയ്യാ പ്രവാചന പുസ്തകം 61-ാം അധ്യായം 1-2 അതിനത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനാണ് ദൈവം സദ്വാർത്ത ദൂതനെ അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സദ്വാർത്ത ദൂതൻ അയക്കപ്പെട്ടു, സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നു. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടർന്നതിന് മുൻപ് നിങ്ങൾ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിന് നാം സമയം തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ ഒരു സദ്വാർത്തയുണ്ട്. ആ സദ്വാർത്തമായ ദൈവമായ ദൂതനുണ്ട്. അവനാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമുക്ക് വഴിയൊരുക്കുന്നവൻ. അവനാണ് ഈ ദൈവത്തിൻ്റെ അന്ധകാര ദിനങ്ങൾ, കർത്താവിൻ്റെ പ്രതികാരത്തിന് ദിനങ്ങൾ വരുന്നതിന് മുമ്പ് ആ ശിക്ഷയിൽപ്പെട്ട് ദൈവമക്കൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവമായ മക്കളെ തങ്ങൾ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. റോമ 13:11
ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അതിനാർക്കാ സമയം? ഇനി അതാരെങ്കിലും പരിശോധിച്ചാലോ അവനെ വിട്ടിയായി മുദ്രകുത്തും. കാലത്തിൻ്റെ പ്രത്യേകത അറിയണം. ഏത് കാലത്താണ് നീ ജീവിക്കണേ? ഈ കാലത്ത് ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേ? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് പ്രവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്? എന്താണ് കാലത്തിൻ്റെ അടയാളം പറയുന്നത്? ഇതൊക്കെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവവചനത്തിലൂടെ കണ്ണുകൾ തുറന്നു കെട്ടി ദൈവത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കിക്കൊണ്ട് പരിശോധിക്കണ്ടേ? എങ്കിലേ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ചെയ്യുന്ന കാലത്തിന് പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്താ കാര്യം? എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. ഈ വാക്ക് പലരും ശ്രദ്ധിക്കാറില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന് കേൾക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നൊരു കാര്യം മാത്രം ഓർമ്മ വരും. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിധിക്കാൻ കർത്താവിൻ്റെ രണ്ടാം വരവെന്ന് കേൾക്കുമ്പോൾ വിധിക്കാൻ വരുന്നു. ഇത് മാത്രമേ ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെ ഉള്ളിലും വരുന്നുള്ളൂ. പക്ഷേ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാൻ വേണ്ടി കൂടിയാണ്. അഥവാ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു നൽകിയ രക്ഷയുടെ പൂർണ്ണത നൽകാൻ വേണ്ടിയാണ് എന്ന് അനേകം വചനങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാറില്ല. ആ വചനങ്ങൾ അംഗീകരിക്കുന്നത് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതല്ല. അവൻ രക്ഷ തരാനുണ്ടോ എന്ന് പറയുന്നത് അവൻ തന്ന രക്ഷയെ തള്ളിക്കളയുന്നതല്ല. അവൻ 2000 വർഷം തന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. യേശു ക്രിസ്തു തരാനിരിക്കുന്ന രക്ഷ അത് അടുത്തെത്തിയിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞു എന്നല്ല പറഞ്ഞിരിക്കണേ, അത് അടുത്തെത്തിയെന്ന്. അപ്പോൾ ഈ രക്ഷ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ മനസ്സുണ്ടാകും. അതിന് നാം ദൈവത്തിന് മുമ്പിൽ അഹങ്കരിക്കാതെ ദൈവത്തിന് എല്ലാറ്റിനും നന്ദി പറഞ്ഞ് അവിടുത്തെ മുമ്പിൽ ശാന്തരായൊന്നിരിക്കാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിലും ലോകത്തിൻ്റെ ആസക്തികളിലും ജീവിത വ്യഗ്രതകളിലും സുഖലോലപതകളും മുഴുകിയിരിക്കുന്നവരുടെ മനസ്സ് ദുർബലമായിരിക്കുമെന്നും കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം അവരുടെ മേലൊരു കെണി പോലെ വന്ന് വീഴുമെന്നും യേശു ക്രിസ്തു തന്നെ താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകളൊക്കെ അടഞ്ഞ ചെവിയിൽ പതിച്ചിരിക്കുന്ന പോലെയാണ്. അതൊന്നും ആരും കേൾക്കണില്ല, ശ്രദ്ധിക്കണില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവിടുത്തേക്ക് നന്ദി പറയുമ്പോൾ തന്നെ നാം അവിടുത്തെ വാക്കുകൾ കേൾക്കാൻ നമ്മുടെ മനസ്സ് എളിമയുള്ളതാവും, ശാന്തമാവും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പറയാനുള്ളത് കേട്ട് എന്ത് രക്ഷയാണ് അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠത എന്നും തിരിച്ചറിഞ്ഞ് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞ് ഒരുങ്ങി ദൈവപുത്രനെ സ്വീകരിക്കാനും ഈ രക്ഷ സ്വന്തമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ്, സമയമാണ് ഇത് തിരിച്ചറിയാൻ, ദൈവത്തിന് വിളിക്ക് കാതോർക്കാൻ ഓരോ ദൈവമക്കളെയും ദൈവപിതാവ് തന്നെ ഉത്തേജിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.